വെൽക്കം ടു കോമഡി ക്രാക്കർ. ഞാൻ പ്രകീഷ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ഹയർ സെക്കൻഡറി തല എക്സാമിനേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി തലത്തിൽ ഒരുപാട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരുപാട് പേര് ആ ജോലിക്ക് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങൾക്ക് മുതലാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിന് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ബാങ്കിങ്ങിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ. എന്നാൽ പലപ്പോഴും ബാങ്കിങ്ങിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ ബാങ്കിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമായ RBIനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. പലപ്പോഴും നമുക്ക് ഹയർ സെക്കൻഡറി തലത്തിലെ പല എക്സാമുകൾക്കും അനിവാര്യമായ ഒരു ഭാഗമാണ് RBIനെ കുറിച്ചുള്ള ഭാഗം. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ RBI എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസുമായി കോമഡി ക്രാക്കർ എപ്പോഴും നിങ്ങളുടെ ഒപ്പം. അപ്പോൾ എന്താ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI, നമുക്കറിയാം ഇന്ത്യയുടെ ബാങ്കിങ് സിസ്റ്റത്തെ ആകെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് RBI എന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റം ഇത്ര നന്നായ രീതിയിൽ നടന്നു പോകുന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം നമുക്കറിയാം പല വിദേശ രാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടുത്തെ സെൻട്രൽ ബാങ്കിന് ഒരു പക്ഷേ അവരുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ ഇത്രത്തോളം കൺട്രോൾ ഇല്ല. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും പല സാമ്പത്തിക മാന്ദ്യങ്ങൾ വരുമ്പോഴും ബാങ്കുകൾ തകരുന്നതും ബാങ്കുകൾ ഇല്ലാതാവുന്നതും അവിടെ നിക്ഷേപകരുടെ പൈസ യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങളൊന്നും കാര്യമില്ല. കാരണം കൃത്യമായ ഒരു റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് നമ്മുടെ കൂടെ ആരുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു മെഷറായിട്ട് നമുക്ക് ഇവിടെ കാണാം, ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൽ കാണാം. നോക്കി നോക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ച് കൂടുതൽ പറയുന്നത് നമുക്ക് 1935 ഏപ്രിൽ 1-നാണ് RBI രൂപീകരിക്കുന്നത്. 1935 ഏപ്രിൽ 1-നാണ്. ആസ് പെർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1935, 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് 1935 ഏപ്രിൽ 1-ന് എന്താ ആരംഭിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നത്. നമുക്കറിയാം ഒരു സെൻട്രൽ ബാങ്കിന്റെ ആവശ്യകത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 1935 പറയുന്നത് നമുക്കറിയാം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നെയാണ്. അപ്പോൾ പോലും ഒരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും നമുക്ക് എന്താണ് ഒരു സെൻട്രൽ ബാങ്കിന്റെ ആവശ്യമുണ്ടെന്നുള്ള ധാരണയിൽ തന്നെയാണ് 1935 ഏപ്രിൽ 1-ന് ആസ് പെർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് 1935 ഏപ്രിൽ 1-ന് എന്താ ആരംഭിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത്. ഇനി ആരുടെ ശുപാർശ പ്രകാരമാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാകുന്നത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എന്ത് രൂപീകരിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കും. കാരണം ഇന്ത്യക്ക് ഒരു സെൻട്രൽ ബാങ്ക് വേണം, അത് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കണം, എന്നാൽ മാത്രമേ ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കൃത്യമായ കണക്കൂട്ടലിലാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇത്തരത്തിലുള്ള ശുപാർശ നടത്തിയിരിക്കുന്നത്. ആ ശുപാർശ പ്രകാരമാണ് 1935 ഏപ്രിൽ 1-ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഇറ്റ് വാസ് നാഷണലൈസ്ഡ് വിത്ത് എഫക്ട് ഫ്രം 1 ജനുവരി 1914. 1949 ജനുവരി 1-നാണ് അത് എന്ത് ചെയ്യുന്നത്, നാഷണലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്ന സമയത്ത് അത് അറിയാം ഒരുപാട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഒക്കെ ഇതിന് ഒപ്പമുണ്ട്. അത്ര സ്വകാര്യ വ്യക്തികളൊക്കെ ഇതിന്റെ ഷെയർസ് ഇരിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ പറയുന്ന സംവിധാനം കൃത്യമായി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ദേശസാൽക്കരിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ് ഗവൺമെന്റ് ചിന്തിക്കുകയും അപ്പോൾ അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ ആക്കണം, അതായത് എല്ലാ ഷെയർസും ഗവൺമെന്റ് ഓൺഡ് ആക്കണം എന്ന തരത്തിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് നിന്ന് എല്ലാ ഷെയർസും ആരാണ്, സെൻട്രൽ ഗവൺമെന്റ് വാങ്ങിക്കുകയാണ്. അങ്ങനെയാണ് അത് ദേശസാൽക്കരിക്കപ്പെടുന്നത്. 1949 ജനുവരി 1-നാണ് എന്ത് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഡേറ്റുകൾ നമ്മൾ പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. RBI രൂപീകരിച്ച വർഷം എത്രയാണ്, 1935 ഏപ്രിൽ 1-നാണ്. അത് നാഷണലൈസ് ചെയ്യപ്പെട്ട വർഷം എത്രയാണ്, 1949 ജനുവരി 1-നാണ്. സോ ഈ ഇയേഴ്സ് വളരെ പ്രധാനപ്പെട്ടാണ്, പലപ്പോഴും നമുക്ക് പല എക്സാമുകൾക്കും ചോദിച്ചു കാണാറുണ്ട്. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ്. നമുക്ക് നേരത്തെ അറിയാം ഒരുപാട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഒക്കെ ഈ ഒരു ബാങ്കിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ഷെയർസ് ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മളിത് നാഷണലൈസ് ചെയ്യപ്പെടുന്നത്. ദേശസാൽക്കരിക്കപ്പെടുന്ന ഭാഗമായിട്ട് ആ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലുള്ള എല്ലാ ഷെയർസും എന്ത് ചെയ്യാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വാങ്ങിയാണ് ഇത് നാഷണലൈസേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നോക്കൂ, അത് ആദ്യം ആരംഭിക്കുന്നത് എന്തായിട്ടാണ്, ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, RBI ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ആരംഭിക്കുന്ന സമയത്ത് അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ₹5 crores, വെറും 5 കോടി രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിട്ട് ആരംഭിക്കുന്നത്. എത്രയാണ്, 5 കോടി രൂപയ്ക്കാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ ആണ്, ഈ സെൻട്രൽ ഓഫീസ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്ന രൂപീകരിക്കുന്ന സമയത്ത് അത് കൊൽക്കത്തയായിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെയാണ്, മുംബൈയിലാണ്. എന്ന് മുതൽ 1937 മുതൽ അത് മുംബൈയിൽ. അപ്പോൾ 1935 രൂപീകരിക്കുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു, കൊൽക്കത്തയിലായിരുന്നു. പിന്നീട് 1937 മുംബൈയിലേക്ക് മാറി. ഇപ്പോൾ എവിടെ തന്നെയാണ്,
മുംബൈയിൽ തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവരുടെ പ്രവർത്തനം. 1935 രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്തയായിരുന്നു. പിന്നീട് 1937 അത് മുംബൈയിലേക്ക് മാറി. ഇപ്പോൾ പെർമനന്റ് ആയിട്ട് അവിടെ തന്നെയാണ്, മുംബൈയിലാണ്. അതുപോലെ നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും സെൻട്രൽ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത്, അതുപോലെ ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ കറൻസി നോട്ടുകളുടെ അച്ചടി തീർച്ചയായിട്ടും ആരുടെ കീഴിലാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അതുപോലെ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ കസ്റ്റോഡിയൻ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ കസ്റ്റോഡിയൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ ബാങ്കേഴ്സ് ബാങ്കായിട്ടും ബാങ്കുകളുടെ ബാങ്കായിട്ടും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ബാങ്കായിട്ടും ഗവൺമെന്റ് അഡ്വൈസറായിട്ടും ഗവൺമെന്റ് ട്രസ്റ്റി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വിനിമയ സംവിധാനം, അതുപോലെ തന്നെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്, ഒരുപാട് റേറ്റ്സ് കാര്യങ്ങളുണ്ടല്ലേ, ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ തന്നെ ബാങ്ക് റേറ്റ്സ്, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഇതുപോലെ കുറേ റേഷ്യോസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇന്ത്യയിലെ ക്രെഡിറ്റ് സിസ്റ്റത്തെ ആര് കൺട്രോൾ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നത്. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ആദ്യമായിട്ട് ഗവർണറായിട്ട് വരുന്നത്. അദ്ദേഹം UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കറാണ്. പിന്നീട് ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ്. അദ്ദേഹമാണ് ആദ്യമായി ഇന്ത്യക്കാരനായ ഗവർണറായി മാറിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം ഒരുപാട് സമയത്ത് എപ്പോഴും വിവാദങ്ങളിലേക്ക് പോരുന്നൊരു പോസ്റ്റ് കൂടിയാണ് ഗവർണർ പദവി എന്ന് പറയുന്ന ആരും. കാരണം നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഡീമോണിറ്റൈസേഷൻ പോലുള്ള സമയങ്ങളിലൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ അതിന്റെ ഗവർണർ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരൊക്കെ ഒരുപാട് തവണ വിവാദങ്ങളിലേക്ക് പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്നൊരു സിസ്റ്റം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ഒന്നാകെ കൺട്രോൾ ചെയ്തു പോകുന്ന ഒരു സിസ്റ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണക്കാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൽ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു സംവിധാനമാണ് ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു കൺട്രോളിംഗ് അതോറിറ്റി ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏത് ബാങ്കുകളും, ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് ആയിക്കോട്ടെ, പ്രൈവറ്റ് ബാങ്കുകളായിക്കോട്ടെ, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആയിക്കോട്ടെ, എല്ലാ ബാങ്കുകളും കൃത്യമായി പ്രവർത്തിക്കാൻ കാരണം എന്താണ്? ഇത്തരത്തിലുള്ള സംവിധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ സംവിധാനത്തിന്റെ പ്രത്യേകം നമുക്കറിയാം. 1935 ഏപ്രിൽ 1 രൂപീകരിക്കുന്നത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് രൂപീകരിക്കുന്നത്. 1949 ജനുവരി 1 അത് ദേശസാൽക്കരിക്കപ്പെടുന്നത്. ആരംഭിക്കുന്ന സമയത്ത് അത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് ആരംഭിച്ചത്. ആരംഭിക്കുന്ന സമയത്ത് അതിന് 5 കോടി രൂപയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കുന്നത്. ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്തയിലായിരുന്നു. പിന്നീട് 1937 പെർമനന്റ് ആയിട്ട് എവിടേക്ക് മാറുകയാണ്? മുംബൈയിലേക്ക് മാറുകയാണ്. ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ അച്ചടി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻസ് ഉണ്ട്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ പോലുള്ള ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻസ് ഉണ്ട്. ബാങ്ക് റേറ്റുകൾ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്ന കുറേ റേഷ്യോസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ക്രെഡിറ്റ് കൺട്രോൾ ആരിടപെടുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കസ്റ്റോഡിയൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ ബാങ്കുകളുടെ ബാങ്കായിട്ടും സെൻട്രൽ ബാങ്കായിട്ടും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ബാങ്കായിട്ടും ഗവൺമെന്റ് അഡ്വൈസറായിട്ടും ഗവൺമെന്റ് ട്രസ്റ്റി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നതാണ് ഇന്ത്യയുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ ആരുടെ പങ്ക് എന്ന് പറയുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു എക്സാമിനേഷൻ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി തലത്തിലുള്ള ഒരുപാട് എക്സാമിനേഷൻസ് ബാങ്കിങ് ചോദിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ നമ്മളെ തേടി വന്നിട്ടുണ്ടായിരുന്നു. VHSEയിലെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്, അതായത് GFC അധ്യാപകരാവാനുള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും ഒക്ടോബർ 4 ഒരു എക്സാമിനേഷൻ നമ്മൾ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ കുറച്ച് മാസങ്ങളെ നമ്മുടെ മുന്നിൽ. അപ്പോൾ 2 മാസം കൊണ്ട് തീവ്ര പരിശീലനത്തിലൂടെ ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ടീം കോമ്പറ്റ് കറക്റ്റ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ്ങും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് കുറേ ചോദ്യങ്ങളൊക്കെ എവിടെ പ്രധാനപ്പെട്ടാണ്? ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് GFCയിൽ വളരെ പ്രധാനപ്പെട്ടാണ്. അതിന്റെ ഭാഗമായിട്ടൊരു ടോപ്പിക് കൂടിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത്. തീർച്ചയായിട്ടും GFCയുടെ സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് അധ്യാപകരാകാനുള്ള ഒരു വലിയ അവസരമാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒക്ടോബർ 4 എക്സാമിനേഷൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 മാസം കൊണ്ട് തീവ്ര പരിശീലനത്തിലൂടെ നമുക്ക് റെക്കോർഡർ ക്ലാസ്സസും ലൈവ് ഇന്ററാക്ഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാമും അതിൽ മോഡൽ എക്സാമിനേഷൻസും വീക്ക്ലി എക്സാമിനേഷൻസും ഒക്കെ അടക്കം ഒരു വലിയ പാക്കേജാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് ജോയിൻ ചെയ്ത് മികച്ചൊരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ കോഴ്സിന് വേണ്ടി വിളിക്കേണ്ട നമ്പർ 8589083568 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്ത് ഞാൻ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറയാം. നമ്പർ ഒന്നുകൂടി പറയാം, 8589083568 എന്നുള്ള നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ നോട്ട്സ്, PDF നോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, കഴിഞ്ഞ VHSE ഇതുപോലെ അപ്ഡേറ്റഡ് സിലബസ് ഒന്ന് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുത്തവരാണ് നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ VHSEയിലെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് നമുക്ക് വളരെ വലിയ സാധ്യതകളാണ് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മികച്ച വിജയത്തിലേക്കാണ് നിങ്ങൾക്ക് ആരുണ്ടായിരിക്കും
ടീം കോമ്പറ്റീവ് ക്രാക്കർ ഉണ്ടായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്, അതായത് VHSEയുടെ GFC അധ്യാപകരാനുള്ള കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. മികച്ച വിജയം നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതുപോലെ തന്നെ GFCയുടെ ഒരുപാട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അത് കൃത്യമായ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലാണ് കോമ്പറ്റീവ് ക്രാക്കറിൻ്റെ ചാനൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ GFCയുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.